കയറാനായിട്ട് പോവാണ്. വെച്ച് ചോദിക്കാം. ഇപ്പം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബസ്സിൽ കയറുന്നത്. ബസ്സിനകത്ത് അവരുടെ ഫോട്ടോഷൂട്ട്. അങ്ങനെ ഞങ്ങൾ ബസ് വന്നു. 1 നമ്പറാണ്. അതിലേക്ക് പോകാൻ പോകുന്നു. എൻ്റെ സീറ്റ് പിടിക്കാൻ പോകാം. അനു ടിക്കറ്റ് എടുക്കുകയാണ്. ഒരാൾക്ക് 400 പൈസയാണ്. ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും എല്ലാം ഒരാൾ തന്നെ. നമ്മൾ ആദ്യമേ ടിക്കറ്റ് എടുത്തിട്ട് ഇരിക്കണം. ഇത് റൂബിയിലെ മെയിൻ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെ കൂടാതെ വളരെ കുറച്ച് യാത്രക്കാരേ ഉള്ളൂ. സാധാരണയായി ബസ് എപ്പോഴും ഫുള്ളായിരിക്കില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ ബസ്സിൽ ഫുൾ ആളുകൾ ഉണ്ടാവാറുള്ളൂ. വളരെ കുറച്ച് പേര് ബസ്സിലുണ്ടായിരിക്കുള്ളൂ. നേരത്തെ ഇവിടെ ഒമാൻ ട്രാൻസ്പോർട്ട് ബസ് ഉണ്ടായിരുന്നില്ല. ഇതൊരു 10 വർഷത്തിനുള്ളിലേ ആയുള്ളൂ ഒമാൻ ട്രാൻസ്പോർട്ട് ഇറങ്ങിയിട്ട്, ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ട്. ഡ്രൈവേഴ്സ് എല്ലാം ഒമാനിയാണ്. ബസ്സിന് മുന്നേ ടാക്സി മാത്രമായിരുന്നു ട്രാൻസ്പോർട്ട് നമുക്ക് എല്ലാവർക്കും പോകാനായിട്ട് കിട്ടിയിരുന്നത്. ഇപ്പോഴും ടാക്സി ധാരാളമുണ്ട്. എന്നാൽ ബസ് കുറച്ചുകൂടെ ചീപ്പാണ്. ബസ് എപ്പോഴും ഉണ്ടായിരിക്കും. ഞങ്ങൾക്കൊരു 5 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ ഒമാനിൽ നമ്മുടെ കന്നിയാത്ര, ബസ്സിലെ കന്നിയാത്ര. ഇവിടെ ഒരു ബോർഡിംഗ് പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ഒരു യാത്രക്കാരി കയറുന്നു. പച്ചപ്പരവതാനി വിരിച്ചതുപോലെ റോഡിൻ്റെ സൈഡിലെ ഈ പുല്ലുകൾ വെട്ടി നിർത്തിയിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. ഈ കാണുന്നതാണ് ഒമാൻ്റെ അവന്യൂസ് മോൾ എന്ന് പറയുന്നത്. ഇതിൽ ലൂലു ഉണ്ട്, ഐക്യ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഷോപ്പൊക്കെ ഉള്ള ഒരു വലിയ ഷോപ്പിംഗ് മോളാണ്. ഞങ്ങളിവിടെയാണ് വരുന്നത്. ഇവിടെ ഈ ഒരു സ്റ്റോപ്പിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അവന്യൂസ് മോൾ സ്ഥിതി ചെയ്യുന്നത് ഗോബ്ര എന്ന സ്ഥലത്താണ്. നമ്മൾ ആ സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. ഡേറ്റ്സൊക്കെ പകുതി വിളഞ്ഞിട്ടുണ്ട്. പുറത്ത് നല്ല ചൂടുണ്ട്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞു. എന്നാലും എപ്പോൾ ഉള്ള ചൂടിനെക്കാട്ട് ഇന്നല്പം ചൂട് കുറവുണ്ട്. ആ കാണുന്ന ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ അവന്യൂസ് മോളിലേക്ക് പ്രവേശിക്കാം. ഡേറ്റ്സൊക്കെ വിളഞ്ഞ് പഴുത്ത് തുടങ്ങി. അത് കാണാൻ എന്ത് ഭംഗിയാണ്. അങ്ങനെ ഈ ഒരു എൻട്രൻസ് വഴി ഞങ്ങൾ അകത്ത് കയറി അല്പം വിശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു 100 മീറ്ററേ നമ്മൾ ഇങ്ങോട്ട് വന്നോളൂ. പക്ഷേ നല്ല ചൂടാണ്.
And Pinterest. ഇവിടെ ഒരു ബബിൾ ടീയുടെ ഷോപ്പ് കണ്ടു. അപ്പോൾ മോള് പറഞ്ഞു നല്ല ടേസ്റ്റാണ് ബബിൾ ടീ കഴിക്കാൻ. അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. മോള് നേരത്തെയൊക്കെ അത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് കഴിക്കാമെന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ അതിൽ കുറച്ച് ഫ്ലേവേഴ്സൊക്കെ ഉണ്ട്. അതിൽ എനിക്ക് ചോക്ലേറ്റാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ അതെടുത്തു, അത് ഓർഡർ ചെയ്തു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇത് ആ ബബിൾസിൻ്റെ പല ഫ്ലേവറിലുള്ള കുറേ ബബിൾസ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ആ വീഡിയോയിൽ അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ചൗരി ഉണ്ടല്ലോ, ചൗരി വേവിച്ചാൽ ആ ബോളുണ്ടല്ലോ, ആ ഗ്ലാസ് പോലെ കാണുന്ന അതിൻ്റെ വലിയ ബോൾ പോലെയാണ് അതിൽ കാണുന്നത്. പക്ഷേ അത് ചൗരിയല്ല, ഈ ബോൾസൊക്കെ ടപ്പൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷെ അത് തയ്യാറാക്കുന്ന വിധമാണ് ആ ആൾ കാണിച്ചു തരുന്നത്. അതിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവറും ആ ബബിളും അതൊക്കെ കൂടെ മിക്സ് ചെയ്യുന്നതാണ് അടുത്ത് കാണുന്നത്. ഈ കാണുന്ന മെഷീനാണെങ്കിൽ ആ ഗ്ലാസ് അതിനകത്തോട്ട് വെച്ച് കൊടുത്താൽ അത് സീൽ ചെയ്ത് വരും. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ബബിൾ ടീ റെഡി. ബബിൾ ബബിൾ അതിനകത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ചൗരി ഉണ്ടല്ലോ, പായസത്തിലുണ്ടാവുന്ന ചൗരി, അതിൻ്റെ വലിയത്, അതിൻ്റെ വലിയ ഗോൾ ഗോൾ പോലെ കൊണ്ട് നല്ല ടേസ്റ്റിയാണ്. ഇത് ചോക്ലേറ്റിൻ്റെതാണ്. അപ്പോൾ ഇത് കുടിക്കുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. അതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. പിന്നെ വളരെ ടേസ്റ്റാണ്, ചോക്ലേറ്റ് ഫ്ലേവറാണ്. ഹാൻഡ് ക്രീം മൊമോസയുടെ ആണ്. ഹസ്നെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. ചാനലിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. Oh. Yeah, you must come Kerala. Okay. Bye. Bye bye. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പ്ലേ നടക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി കുട്ടികളത് വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു, അവരുടെ രക്ഷകർത്താക്കളും. അവിടെ നിന്ന് നമ്മൾ ഫോണിൻ്റെ ഷോപ്പിലേക്ക് പോയി. ഫോണും പുതിയ ഫോൺ, ഐഫോണെല്ലാം നമ്മൾ കുറച്ച് നോക്കി. iPhone 15 Pro. അങ്ങനെ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു. കുറച്ച് ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി. നല്ലൊരു നടത്തവും കഴിഞ്ഞു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.